ലേണേഴ്സ്, വെൽക്കം ബാക്ക് ടു ജാലം ലേണിംഗ്. നമ്മളെല്ലാവരും ഓണപരീക്ഷയുടെ ഒരു മൂഡിലൊക്കെയാണ്. ഓണപരീക്ഷയുടെ മൂഡിലല്ലെങ്കിൽ ഒരു ഓണത്തിന്റെ മൂഡിലൊക്കെയാണ് അല്ലെ. പക്ഷെ എന്നാലും നമുക്ക് ഓണപരീക്ഷ പഠിക്കണം. പക്ഷെ നിങ്ങളുടെ സ്കൂളാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നത്, സ്കൂളിലെ ടൈം ടേബിൾ അനുസരിച്ചാണ് നിങ്ങൾക്ക് എക്സാം നടക്കുന്നത്. സോ നിങ്ങൾ ആരും ഓണപരീക്ഷയ്ക്ക് അത്രയേറെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. സോ മിസ് ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ഓണപരീക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല, ക്രിസ്മസ് ആയാലും മോഡൽ എക്സാം ആയാലും പബ്ലിക് എക്സാം ആയാലും എല്ലാ എക്സാമിലേക്കും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് മിസ് പറയാൻ വേണ്ടി പോകുന്നത്. അതായത് നമ്മുടെ ഇന്ത്യൻ എക്കോണമിയിലെ ആദ്യത്തെ 2 ചാപ്റ്ററുകളാണ് നമുക്ക് എക്സാമിനായിട്ടുള്ളത് അല്ലെ, പോർഷൻ ആയിട്ടുള്ളത്. അപ്പൊ ആ പോർഷനിലുള്ള 2 ചാപ്റ്ററിൽ നിന്നും ഏറ്റവും പ്രധാനമായി നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്താലോ. അപ്പൊ ഓരോ ചാപ്റ്ററിൽ നിന്നും എന്തൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്, എന്തൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം നിർബന്ധമായിട്ടും. അത് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആകാം, 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആകാം. അതാണ് മിസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ആദ്യത്തെ ചാപ്റ്റർ ആണ് ഇന്ത്യൻ എക്കോണമി ഓൺ ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ് അല്ലെ. സ്വാതന്ത്ര്യം കിട്ടുന്നതിന് തലേന്ന് വരെ നമ്മൾ എവിടെയായിരുന്നു? ബ്രിട്ടീഷുകാരല്ലേ, അതുകൊണ്ടാണല്ലോ സ്വാതന്ത്ര്യം കിട്ടാത്തത്. സോ ആ തലേന്ന് വരെയുള്ള കാര്യങ്ങൾ പറയുന്ന ഒരു ചാപ്റ്റർ ആണ്, വലിയൊരു ചാപ്റ്റർ ആണ് ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ചാപ്റ്ററിൽ ആദ്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട കാര്യം എന്ന് പറയുന്നത് തന്നെ ഇതാണ്: ദ റീസൺസ് ഫോർ സ്റ്റാഗ്നേഷൻ ഇൻ അഗ്രികൾച്ചർ ഡ്യൂറിംഗ് കൊളോണിയൽ പീരീഡ് ഇൻ ഇന്ത്യ. അതായത് ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് കാർഷിക മേഖല സ്തംഭനമായത് അല്ലെങ്കിൽ നിശ്ചലമായതെന്നാണ് ചോദ്യം എന്ന് പറയുന്നത്. അപ്പൊ എന്തുകൊണ്ടൊക്കെയാണ് അഗ്രികൾച്ചർ സെക്ടറിൽ ഡെവലപ്മെന്റ് ഉണ്ടാവാതിരുന്നത്? നമുക്ക് നോക്കിയാലോ. ഒരുപാട് റീസൺസ് ഉണ്ട്. മെയിൻ ആയിട്ട് കുറച്ച് റീസൺസ് ഉണ്ട്. ദ എക്സ്പ്ലോയിറ്റേറ്റീവ് ലാൻഡ് റവന്യൂ സിസ്റ്റം അല്ലെ, ചൂഷണാത്മകമായ ലാൻഡ് സെറ്റിൽമെന്റ് സമ്പ്രദായം. നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കുന്നത് ജമീന്ദാരി സിസ്റ്റം ആണ്. എന്താണ് ജമീന്ദാരി സിസ്റ്റം എന്ന് പറയുന്നത്? ജമീന്ദാരി സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്കും ജമീന്ദാർസ് എന്ന് പറഞ്ഞ കുറെ ആൾക്കാരുണ്ടായിരുന്നു. അവരെന്ത് ചെയ്യും? അവർക്ക് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലങ്ങൾ കർഷകർക്ക് പാട്ടത്തിന് റെന്റിന് കൊടുക്കും. ആ കർഷകർ ആ ലാൻഡിലാണ് പണിയെടുക്കുന്നത്. ബ്രിട്ടീഷുകാർക്ക് ഈ ജമീന്ദാർസ് ഒരു നിശ്ചിത തുക ടാക്സ് ആയിട്ട് അടയ്ക്കണം, അല്ലെങ്കിൽ റവന്യൂ ആയിട്ട് അടയ്ക്കണം. ഈ ടാക്സ് എവിടുന്ന് കളക്ട് ചെയ്യുന്നതാണ്? ഈ പാവപ്പെട്ട കർഷകരിൽ നിന്നും. ഇങ്ങനെ കളക്ട് ചെയ്ത് അടച്ചില്ല എന്നുണ്ടെങ്കിൽ ബ്രിട്ടീഷുകാർ വന്ന് ഈ ജമീന്ദാർസിനെ ലാൻഡ് കണ്ടുകെട്ടി കൊണ്ടുപോകും. സോ ജമീന്ദാർസിനെ എന്ത് പോയാലും ആ റവന്യൂ കളക്ട് ചെയ്ത് കൊടുക്കണം. സോ റവന്യൂ ആരാ തരുന്നത്? കർഷകരാണ്. സോ അവരെ മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്യുക, ചൂഷണം ചെയ്യുക. അപ്പൊ മെയിൻ ആയിട്ട് അതുകൊണ്ട് കർഷകർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റിയിരുന്നില്ല? നല്ലതോടെ കൃഷി ചെയ്യാൻ പറ്റിയിരുന്നില്ല. അവരുടെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല. അപ്പൊ അതാണ് മെയിൻ റീസൺ എന്ന് പറയുന്നത്. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് ലോ ലെവൽ ഓഫ് ടെക്നോളജി അല്ലെ. ടെക്നോളജിയുടെ യൂസ് അല്ലെങ്കിൽ സാങ്കേതിക വിദ്യയുടെ യൂസ് എന്ന് പറയുന്നത് വളരെ മോശകരമായിരുന്നു. അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല അവര്. അതിനുശേഷം ലോ ലെവൽ ഓഫ് യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ്, വളങ്ങള് അല്ലെ, വളരെ കുറച്ചു മാത്രമാണ് വളം ചേർത്തിരുന്നത്. ഇനി ലാക്ക് ഓഫ് ഇറിഗേഷൻ ഫെസിലിറ്റീസ്, എന്താണ്? ജലസേചന സൗകര്യത്തിന്റെ അഭാവം. നമുക്ക് കറക്റ്റ് ആയിട്ട് വെള്ളം ഒഴിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചെടികൾ വാടിപ്പോകും, കരിഞ്ഞു പോകും, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. സോ ബ്രിട്ടീഷുകാരുടെ സമയത്ത് കർഷകർ നേരിട്ട ഒരു മെയിൻ പ്രശ്നമായിരുന്നു ജലസേചനം അല്ലെ. ഇറിഗേഷൻ ഫെസിലിറ്റീസിന് കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. ഇനി കൊമേഴ്സ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ, കൃഷിനെ വാണിജ്യവൽക്കരിക്കൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡ് ക്രോപ്സ് കൃഷി ചെയ്തുകൊണ്ടിരുന്ന കർഷകരെടുത്ത് പറയാണ്, നിങ്ങൾ അത് നിർത്തിയിട്ട് എന്ത് ചെയ്യുക? ക്യാഷ് ക്രോപ്സ്, നാണ്യവിളകൾ കൃഷി ചെയ്യാൻ വേണ്ടി പറയാണ്. എന്താണ് നാണ്യവിളകൾ എന്ന് പറയുന്നത്? ഇൻഡിഗോ, റബ്ബർ, കോട്ടൺ പോലെയുള്ള നാണ്യവിളകൾ. അപ്പൊ ഫുഡിന് വേണ്ടി ഈ റബ്ബറും ഇൻഡിഗോയും തിന്നാൻ മതിയോ? ഇല്ല, നമുക്ക് വീറ്റും റൈസും വേണം. അപ്പൊ അങ്ങനെ ഒരുപാട് ഭക്ഷ്യക്ഷാമം എവിടെ ഉണ്ടായി? ഇന്ത്യയിൽ ഉണ്ടായി. കാരണം ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നില്ല? ഈ ഭക്ഷ്യവിളകൾ കൃഷി ചെയ്യാനായിട്ട് സമ്മതിക്കുന്നില്ല. നാണ്യവിളകൾ കൃഷി ചെയ്താൽ മതി എന്ന് പറയാണ്. ഇനി ഏറ്റവും അവസാനത്തെ പോയിന്റ് ആണ് പാർട്ടീഷൻ. 1947 ഇന്ത്യ പാകിസ്ഥാൻ ആയിട്ട് എന്ത് ചെയ്ത് ഡിവൈഡ് ആയി പോയപ്പോഴത്തേക്കും ഇന്ത്യയുടെ നല്ലൊരു ഫെർട്ടൈൽ പോർഷൻ ഓഫ് ലാൻഡ് എങ്ങോട്ടേക്ക് പോയി? പാകിസ്ഥാനിലേക്ക് പോയി. ഈ കാരണങ്ങളൊക്കെ കൊണ്ടാണ് ബ്രിട്ടീഷുകാരുടെ സമയത്ത് ഇന്ത്യൻ അഗ്രികൾച്ചർ ഫീൽഡ് എന്തായത്? സ്റ്റാഗ്നന്റ്. എന്താ സ്റ്റാഗ്നന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? സ്തംഭനാവസ്ഥയിൽ അല്ലെങ്കിൽ നിശ്ചലാവസ്ഥയിൽ ആയത്. ഓക്കെ, ഇതാണ് മെയിൻ ക്വസ്റ്റ്യൻ. നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക. 4 മാർക്കിനും 5 മാർക്കിനും ഒക്കെ ഷുവറായിട്ട് പബ്ലിക് എക്സാമിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഓണം എക്സാമിന് വേണ്ടി പഠിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് മെയിൻ ആയിട്ട് പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ഡെമോഗ്രാഫിക് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യ ഡ്യൂറിംഗ് ബ്രിട്ടീഷ് പീരീഡ്. ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ ഇന്ത്യയുടെ ജനസംഖ്യാ സവിശേഷതകൾ സംക്ഷിപ്തമായി എന്ത് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുക? വിശദീകരിക്കാൻ. വളരെ ബ്രീഫായിട്ട് വിശദീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. വലിച്ചുവാരി എഴുതേണ്ട ഒരു കാര്യവുമില്ല. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്ന സമയത്ത് എന്താ പ്രശ്നം ഉണ്ടായത്? നമുക്ക് വലിയ ഗുണമൊന്നും ഉണ്ടായിട്ടില്ല. നമുക്ക് എന്തൊക്കെ ഉണ്ടായോ അതൊക്കെ താഴേക്ക് പോയി, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ നോക്കിക്കേ മക്കളെ, ഒന്നാമത്തെ എന്ന് പറയുന്നത് ലിറ്ററസി ലെവൽ. എന്താ ലിറ്ററസി എന്ന് പറഞ്ഞ? സാക്ഷരത അല്ലെ. സാക്ഷരത എന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു. അതായത് 16%. ഇപ്പൊ അത് 65.4% ആണെങ്കിൽ എന്തോരം കുറവായിരുന്നു നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ. ഇനി ഫീമെയിൽ ലിറ്ററസി അല്ലെ, സ്ത്രീകളെ പഠിക്കാനായിട്ട് വിട്ടിരുന്നില്ല.
അന്നത്തെ കാലത്ത് അത് ആവശ്യമുണ്ടായിരുന്നില്ല എന്നാണ് പല ആൾക്കാരും വിചാരിച്ചിരുന്നത്. സോ അന്നത്തെ കാലത്ത് സ്ത്രീകളുടെ സാക്ഷരത നിരക്ക് എന്ന് പറയുന്നത് വെറും 7%. ഇപ്പോൾ അത് 52.1. വ്യത്യാസം നിങ്ങൾ നോക്കണം. ബ്രാക്കറ്റിൽ മിസ് കൊടുത്തിട്ടുള്ളത് എന്താണ്, അണ്ടർലൈൻ ചെയ്തിടാം. ഇപ്പോഴത്തെ നിരക്കാണ് മിസ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ പബ്ലിക് ഹെൽത്ത് ഫെസിലിറ്റീസ് വെർ ലാർജ്ലി അൺഅവൈലബിൾ. എന്തെങ്കിലും ഒരു അസുഖമൊക്കെ വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലുകളോ ക്ലിനിക്കുകളോ ഒന്നും അടുത്തുണ്ടായിരുന്നില്ല. അങ്ങനത്തെ ഫെസിലിറ്റീസ് വളരെ കുറവായിരുന്നു. ഹൈ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്, ജനിച്ചു വീണ് അതിനുശേഷം, അതായത് ജനിച്ച ഉടനെ തൊട്ട് ഒരു വയസ്സ് വരെയുള്ള കുട്ടികളുടെ മരണത്തെയാണ് ഇൻഫന്റ് മോർട്ടാലിറ്റി, IMR നമ്മൾ പറയുന്നത്. സോ ജനിച്ചു വീഴുമ്പം തന്നെ കുട്ടികൾ മരിച്ചു. എന്തുകൊണ്ടാണ്? മാൽന്യൂട്രീഷൻ, കൃത്യമായിട്ടുള്ള ന്യൂട്രീഷൻ അവർക്ക് കിട്ടുന്നില്ല, അവരെ ഫീഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പം ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലായിരുന്നു. ഇനി ഹൈ ഡെത്ത് റേറ്റ്, ആൾക്കാർക്ക് ചികിത്സാ സൗകര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, മരിച്ചു വീഴുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ബ്രിട്ടീഷുകാരുടെ സമയത്ത് ഇന്ത്യയില് നല്ല ഉയർന്ന മരണനിരക്കായിരുന്നു. നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. ഇനി പോവർട്ടി ലെവല് നമുക്ക് സ്വാഭാവികമായിട്ടും ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ്. ഇക്കാരണങ്ങളൊക്കെ കൊണ്ട് ഇന്ത്യയില് ദാരിദ്ര്യം എന്ന് പറയുന്നത് വളരെ രൂക്ഷമായിട്ടുള്ളൊരു പ്രശ്നമായിരുന്നു അല്ലെ. പോവർട്ടി, ദാരിദ്ര്യം എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലായിരുന്നു. അപ്പം ഇതൊക്കെയായിരുന്നു ബ്രിട്ടീഷുകാരുടെ സമയത്ത് ജനസംഖ്യാപരമായിട്ടുള്ള സവിശേഷതകൾ, ഡെമോഗ്രാഫിക് ഇൻഡിക്കേറ്റേഴ്സ് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. മിസ് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് വിചാരിച്ചതല്ല, പക്ഷെ എക്സ്പ്ലെയിൻ ചെയ്ത് പോവാണ്. സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം, കാരണം വീഡിയോ ഒരുപാട് വലുതായി പോകും. ഇന്ത്യൻ എക്കോണമി ഫ്രം 1950 to 1990 രണ്ടാമത്തെ ചാപ്റ്റർ ആണ്. ഓക്കെ, രണ്ടാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പറയുന്നത് ബ്രിട്ടീഷുകാർ പോയതിനു ശേഷം ഇന്ത്യ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇവിടെ ആദ്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട കാര്യം ലാൻഡ് റിഫോംസ്, പരിഷ്കരണ നിയമങ്ങൾ, അങ്ങനെയാണ് മലയാളത്തിൽ പറയുന്നത്. അതിനെപ്പറ്റി ഒരു നോട്ട് തയ്യാറാക്കാൻ മിക്കപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പൊ എന്താ ലാൻഡ് റിഫോംസ്? അബോളിഷൻ ഓഫ് ഇന്റർമീഡിയറീസ് ലൈക്ക് ജമീന്ദാർസ്. ഇന്റർമീഡിയറീസ് എന്ന് പറഞ്ഞാൽ ഇടനിലക്കാരെന്നാണ് അർത്ഥം. അപ്പൊ ഈ ജമീന്ദാർസിനെ ഒഴിവാക്കുക, മാറ്റി നിർത്തുക. ഇനി അതേപോലെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലാൻഡ് ടു ദ ടില്ലർ എന്ന് പറയുന്നത് ആരാണ്? മണ്ണിൽ പണിയെടുക്കുന്ന ആരാണോ അവർക്കാണ് ആ മണ്ണ് അവകാശപ്പെട്ടുള്ളത്, അല്ലാതെ വേറെ ജമീന്ദാർസ് ഒന്നും അവിടെ വേണ്ട. ഇനി ഫിക്സിംഗ് സീലിംഗ്, അതാണ് എന്തെന്ന് പറയുന്നത്, ലാൻഡ് സീലിംഗ്. വെരി ഇമ്പോർട്ടന്റ്, ഒരു മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ്. ഒരു അപ്പർ ലിമിറ്റ് അല്ലെങ്കിൽ സീലിംഗ്, ലാൻഡിന് സീലിംഗ് വെക്കുന്നതിന് നമ്മൾ എന്താ വിളിക്കുന്നത്? ലാൻഡ് സീലിംഗ് എന്നാണ് വിളിക്കുന്നത്. അതായത് ഒരാൾക്ക് കൈവശം വെക്കാൻ പറ്റുന്ന സ്ഥലത്തിന് ഒരളവുണ്ട്. അളവിൽ കൂടുതൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കൈവശം വെക്കാൻ വേണ്ടി പറ്റില്ല. ഇനി റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസ് ലാൻഡ് എമോങ് ദ ലാൻഡ്ലെസ്. അപ്പം ആദ്യമേ മിസ് പറഞ്ഞു ലാൻഡ് സീലിംഗ് ഉണ്ട്. അപ്പൊ ഇത്ര ഒരു അളവാണെന്നുണ്ടെങ്കിൽ അളവിൽ കൂടുതലുള്ള ലാൻഡ് ആര് വാങ്ങും? സർക്കാർ ഏറ്റെടുക്കും. അത് ആർക്ക് കൊടുക്കും? കർഷകർക്ക് കൊടുക്കും, റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇതൊക്കെയാണ് ലാൻഡ് റിഫോംസിന്റെ മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് എന്ന് പറയുന്നത്. അത് മിസ് എന്ത് ചെയ്തിട്ടുണ്ട്? മലയാളത്തിലും ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. ജമീന്ദാർസിനെ പോലെയുള്ള ഇടനിലക്കാരെ ഒഴിവാക്കുക, മണ്ണിൽ പണിയെടുക്കുന്നവന് ഭൂമി നൽകുക, മിച്ച ഭൂമികൾ ഭൂരഹിതർക്ക് വിതരണം ചെയ്യുക അല്ലെ. മിച്ചം വന്ന ഭൂമികൾ, സർപ്ലസ് ലാൻഡ് ഭൂരഹിതരായിട്ടുള്ളവർക്ക്, ലാൻഡ് ഇല്ലാത്തവർക്ക് വിതരണം ചെയ്യുക. വളരെ ഇമ്പോർട്ടന്റ് ആണ്, മാർക്ക് ചെയ്ത് വെച്ചോ. ഇനി റൈറ്റ് എ നോട്ട് ഓൺ ഗ്രീൻ റെവല്യൂഷൻ, ഹരിത വിപ്ലവത്തെ കുറിച്ച് ചെറിയൊരു കുറിപ്പ് തയ്യാറാക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം ഹരിത വിപ്ലവം എന്ന് പറയുന്നത് എന്താണ്? ഹൈ ഈൽഡിംഗ് വെറൈറ്റി സീഡ്സ് അല്ലെ. അതായത് നല്ല വിളവ് നൽകുന്ന വൈവിധ്യമാർന്ന സീഡ്സിന്റെ ഉപയോഗമായിരുന്നു ഗ്രീൻ റെവല്യൂഷനിൽ മെയിൻ ആയിട്ടുണ്ടായിരുന്നത്. ഇനി യൂസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് അല്ലെ, രാസവളങ്ങള്, അതേപോലെ കീടനാശിനികളുടെ ഉപയോഗം ഭയങ്കരമായിട്ടും ഹരിത വിപ്ലവത്തിൽ ഉണ്ടായിരുന്നു. യൂസ് ഓഫ് മോഡേൺ ഇംപ്ലിമെന്റ്സ് ലൈക്ക് ട്രാക്ടർ, പമ്പ് സെറ്റ് അല്ലെ, അതായത് ആധുനിക ഇംപ്ലിമെന്റ്സ് ആയിട്ടുള്ള ട്രാക്ടറുകള്, പമ്പ് സെറ്റുകള് ഒക്കെ അന്നത്തെ കാലത്ത് ഗ്രീൻ റെവല്യൂഷന്റെ പേരിൽ ഉപയോഗിച്ചിരുന്നു. ഇതൊക്കെ എന്താ? ഗ്രീൻ റെവല്യൂഷൻ കാരണം വന്ന മാറ്റങ്ങളാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയ ബ്രിട്ടീഷുകാരുടെ സമയത്തുള്ള കാര്യങ്ങളാണോ? അല്ല. ഇനി പ്രോപ്പർ ഇറിഗേഷൻ അല്ലെ, ശരിയായ ജലസേചന സൗകര്യങ്ങൾ അവർക്ക് ഉണ്ടായിരുന്നു. ബ്രിട്ടീഷുകാരുടെ സമയത്ത് ഇത് ഉണ്ടായിരുന്നു? നമുക്ക് ഇല്ല. ഇപ്പം കറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? വെള്ളം കിട്ടുന്നുണ്ട്. ഇനി പ്രൊവിഷൻ ഓഫ് ക്രെഡിറ്റ് ഫെസിലിറ്റി ടു ഫാമേഴ്സ് അറ്റ് ലോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, കർഷകർക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പാ സൗകര്യങ്ങൾ നൽകുക. ഇനി അതേപോലെ തന്നെ മാർക്കറ്റിംഗ് ഫെസിലിറ്റീസ് ഫോർ അഗ്രികൾച്ചർ പ്രൊഡ്യൂസ്, അതായത് ഇവരുണ്ടാക്കിയ സാധനങ്ങൾക്ക് വിപണന സൗകര്യങ്ങൾ, ഇവർ ഇപ്പം സാധനങ്ങൾ ഉണ്ടാക്കിയെങ്കിൽ അത് മാർക്കറ്റിൽ കൊണ്ട് വിൽക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക മെയിൻ ആയിട്ട്. ഇനി നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്, 5 മാർക്കിന് ചോദിക്കാൻ മിക്കപ്പോഴും സാധ്യതയുള്ള ഒരു ചോദ്യമാണ്, ഗോൾസ് ഓഫ് 5 ഇയർ പ്ലാൻ, പഞ്ചവത്സര പദ്ധതിയുടെ ഗോൾസിനെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഗോൾസ് പഠിക്കാനായിട്ട് നമുക്കൊരു എളുപ്പ വഴിയുണ്ട്. GEMS
ഇത് മാത്രം പഠിച്ചാൽ പോലെ ഡെഫിനിഷൻ പഠിക്കണം. G for growth, E for equity, M for modernization and S for self reliance, സ്വയം പര്യാപ്തത. അങ്ങനെയാണെങ്കിൽ ഗ്രോത്ത് എന്താ, വളർച്ച എന്ന് പറയുന്നത്? അതായത് ഒരു രാജ്യത്തിന്റെ കപ്പാസിറ്റി, നമ്മുടെ രാജ്യത്തിന്റെ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂട്ടുക എന്നുള്ളതാണ് വളർച്ച കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായത്? അത് ഇന്ത്യയിൽ ഒരുപാട് സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുക, ഇന്ത്യക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ആ കപ്പാസിറ്റി ഉണ്ടല്ലോ അത് കൂട്ടുക, അതാണ് വളർച്ച കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി മോഡേണൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പുതിയ ടെക്നോളജി കൊണ്ടുവരിക. അതേപോലെ തന്നെ മോഡേണൈസേഷന് 2 ഇമ്പോർട്ടന്റ് പോയിന്റ് ഉണ്ട്. ഒന്ന് പുതിയ ടെക്നോളജി കൊണ്ടുവരിക, രണ്ടാമത്തത് സോഷ്യൽ ഔട്ട്ലുക്ക്, അതായത് ഇപ്പം സ്ത്രീകൾക്ക് പുരുഷന്മാരെ പോലെ റൈറ്റ്സ് കൊടുക്കുക, അതേപോലെ നമ്മൾ സൊസൈറ്റിയെ നോക്കിക്കാണുന്നത് ഒന്ന് ചെറിയ രീതിയിൽ മാറ്റുക. അപ്പൊ എപ്പോഴും മോഡേണൈസേഷനെ പറ്റി ചിലപ്പോൾ 2 മാർക്കിന് ചോദ്യം ചോദിക്കാം. ഇതല്ലാതെ 2 മാർക്കിന് എന്തൊക്കെയാണ് മോഡേണൈസേഷനകത്ത് വരുന്ന 2 പോയിന്റ്സ് ഇപ്പൊ മനസ്സിലായല്ലോ? ഒന്ന് പുതിയ ടെക്നോളജിയാണ്, 2 നമ്മുടെ സോഷ്യൽ ഔട്ട്ലുക്ക്, നമ്മൾ പുറത്തേക്ക് നോക്കുന്ന നമ്മുടെ ആ ഒരു നോട്ടം ഉണ്ടല്ലോ കൃത്യമായിട്ട് മാറ്റണം. അതാണ് മോഡേണൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്ന നവീകരണം. ഇനി സെൽഫ് റിലയൻസ്, സ്വയം പര്യാപ്തത. വേറെ ഒരു രാജ്യങ്ങളുടെ മേലെ നമ്മൾ എന്ത് ചെയ്യേണ്ട? ഡിപ്പെൻഡ് ചെയ്യേണ്ട. ഇന്ത്യക്ക് എന്താണ് ആവശ്യമുള്ളത് ഇന്ത്യയിൽ തന്നെ അത് ഉണ്ടാക്കുക, അതാണ് സെൽഫ് റിലയൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇക്വിറ്റി, ഈ 3 ഉണ്ടല്ലോ, ഗ്രോത്ത്, മോഡേണൈസേഷൻ, സെൽഫ് റിലയൻസ്. ഇതെല്ലാം നമുക്ക് ഇക്വിറ്റി ഇല്ലെങ്കിൽ ഒന്നുമില്ലാത്തതുപോലെയാണ്. അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണത് ഇക്വിറ്റി ആണ്. എല്ലാവരിലേക്കും എത്തുക, അല്ലെ? അതേപോലെ തന്നെ എല്ലാവരെയും ഒരേപോലെ കാണുക, അല്ലെ? ഒരാൾക്ക് അയാളുടെ ബേസിക് നീഡ്സ് മീറ്റ് ചെയ്യാനുള്ള ആ ഒരു പ്രാപ്തി ഉണ്ടാക്കി കൊടുക്കുക. ഇതൊക്കെയാണ് ഇക്വിറ്റി കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇത് നമുക്കുള്ളത് നോക്കിക്കേ. എക്സ്പ്ലെയിൻ ദ ഇൻഡസ്ട്രിയൽ ആൻഡ് ട്രേഡ് പോളിസീസ് പെർസ്യൂഡ് ബൈ ഇന്ത്യൻ ഗവൺമെന്റ് ഡ്യൂറിംഗ് 1950 to 1990. 1950 മുതൽ 1990 വരെ ഇന്ത്യൻ ഗവൺമെന്റ് കൊണ്ടുവന്ന ഇൻഡസ്ട്രിയൽ, വ്യവസായ മേഖലയിലും ട്രേഡ്, വ്യാപാര മേഖലയിലുമുള്ള എന്ത് ചോദിച്ചിരിക്കുന്നത്? പോളിസീസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമതാണ് നമുക്ക് പറയാം IPR, അല്ലെ? നോക്കിക്കേ, ഇൻഡസ്ട്രിയൽ പോളിസി റെസല്യൂഷൻ ആണ് വന്നിരിക്കുന്നത്. അതായത് ഈ റെസല്യൂഷൻ അനുസരിച്ച് വ്യവസായ മേഖലകളെ 3 തരംതിരിച്ചിട്ടുണ്ട്. സ്കെഡ്യൂൾ A, B, C. സ്കെഡ്യൂൾ A എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഓൺ ചെയ്യുന്ന എന്താണ് കമ്പനികളാണ് അല്ലെങ്കിൽ ഇൻഡസ്ട്രീസ് ആണ്. സ്കെഡ്യൂൾ B എന്ന് പറയുന്നത് അവിടെ സ്റ്റേറ്റും ഉണ്ട് പ്രൈവറ്റും ഉണ്ട്, എന്നാലും ഏറ്റവും കൂടുതൽ അവകാശവും അധികാരവും ഉള്ളത് സ്റ്റേറ്റിനാണ്. മൂന്നാമത്തേന്ന് പറയുന്നത് പ്രൈവറ്റ് സെക്ടറിലുള്ള കമ്പനികൾ അല്ലെങ്കിൽ ഇൻഡസ്ട്രീസ് ആണ്. ഇതാണ് IPR. മക്കളെ, IPR സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കാറുണ്ട്. ഇതേപോലെ മൊത്തത്തിൽ 8 മാർക്കിന് ചോദ്യമായിട്ടും ചോദിക്കാറുണ്ട്. ഇത് 8 മാർക്കിന് ചോദിച്ച് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് പഠിച്ചു വെക്കുക. അതേപോലെ തന്നെ നമുക്ക് ലൈസൻസിങ് സിസ്റ്റം കൊണ്ടുവന്നു, അല്ലെ? അതേപോലെ തന്നെ പ്രൊഡക്ഷൻ എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ അവിടെ ലൈസൻസിങ് വേണം. ഇനി ബാക്ക്വേർഡ് ആയിട്ടുള്ള ഒരുപാട് ഡെവലപ്മെന്റ് ഒന്നും ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഇൻഡസ്ട്രീസ് കൊണ്ടുവരിക, അതുവഴി അവരെ മുന്നോക്കം, അല്ലെ, ഫോർവേഡ് ആയിട്ട് കൊണ്ടുവരും. ബാക്ക്വേർഡ് റീജിയനെ ഫോർവേഡ് ആക്കാനുള്ളൊരു ട്രിക്കായിരുന്നു അത്. അവിടെ ഇൻഡസ്ട്രീസ് തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഒരുപാട് പേർക്ക് ജോലി കിട്ടും, അവിടെ ഒരു ടൗൺ ആയിട്ട് മാറും. അതുകൊണ്ട് ആ റീജിയൻ എന്ത് ചെയ്യും? ഡെവലപ്പ് ചെയ്യും. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊന്ന് ജസ്റ്റ് പഠിച്ചു വയ്ക്കുക. അത് നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ നിങ്ങളത് എക്സ്പ്ലെയിൻ ചെയ്ത് കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എഴുതാൻ വേണ്ടി പറ്റും. ഇനി സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന്റെ കാര്യം ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക, അല്ലെ? എന്താണ് സ്മോൾ സ്കെയിൽ ചെറുകിട വ്യവസായങ്ങൾ? ചെറിയ രീതിയിൽ ഗ്രാമങ്ങളിലും അല്ലെങ്കിൽ ചെറിയ ചെറിയ ടൗണുകളിലും തുടങ്ങുന്ന ഒരു വ്യവസായങ്ങളാണ്. അത് കൊണ്ടുവന്നത് കാർവേ കമ്മിറ്റിയാണ്. അത് എപ്പോഴും 1 മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ്. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് കാർവേ കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണെന്ന് പഠിച്ചു വെക്കുക. അപ്പൊ കാർവേ കമ്മിറ്റി ചോദിച്ചാൽ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്, സ്മോൾ സ്കെയിൽ ചോദിച്ചാൽ കാർവേ കമ്മിറ്റി. ഇതായിരിക്കും ഉത്തരം എന്ന് പറയുന്നത്. ഇനി ട്രേഡ് പോളിസിയിൽ കൊണ്ടുവന്ന മെയിൻ മാറ്റം എന്ന് പറയുന്നത് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്, അല്ലെ? ഇമ്പോർട്ടിന് നമ്മൾ എന്ത് ചെയ്യാണ്? പകരമാക്കാൻ. അതായത് ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ, ഇന്ത്യയിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങളെ മതി ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങൾ, വേറെ രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾ നമുക്ക് വേണ്ട എന്നുള്ളൊരു തീരുമാനമാണ് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ. അതിലുള്ള 2 കാര്യങ്ങളാണ് താരിഫും കോട്ടയും. 2 മാർക്കിന് 1 മാർക്കും ചോദിക്കുന്ന ചോദ്യമാണ്. താരിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും സാധനം ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അതിനകത്തുള്ള ഡ്യൂട്ടി, എന്താ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ടാക്സ് ആണ്. അതിനെയാണ് താരിഫ് എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ ഒരു പാവ ഇമ്പോർട്ട് ചെയ്യാണ്, ആ പാവയ്ക്ക് ഞാൻ എന്ത് ചെയ്യണം? താരിഫ് അടയ്ക്കണം. സെപ്പറേറ്റ് പൈസ എക്സ്ട്രാ ടാക്സ് ഞാൻ അടയ്ക്കണം. അതിനെയാണ് താരിഫ് എന്ന് പറയുന്നത്. ഇനി കോട്ട എന്ന് പറയുന്നത് എനിക്ക് പുറം രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് റെസ്ട്രിക്ഷൻ ഉണ്ട്. ഇത്രയും ക്വാണ്ടിറ്റി മാത്രമേ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതാണ് കോട്ട. ഇത്ര കിലോ അത് കൂടാൻ വേണ്ടി പറ്റില്ല. കൂടിയാൽ ഒരുപാട് പ്രശ്നം, അല്ലെങ്കിൽ ടാക്സ് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. സോ അങ്ങനെ ഒരു സാധനമാണ് കോട്ട എന്ന് പറയുന്നത്. അപ്പൊ താരിഫും കോട്ടയും സെപ്പറേറ്റ് 2 മാർക്കിനും 3 മാർക്കിനും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. സോ ഐ ഗസ് ഇത് വലിയൊരു വീഡിയോ ആയി പോയിട്ടുണ്ടാകും. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് വീഡിയോ കാണുക, പഠിക്കുക. ഓണം എക്സാം ചിലപ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞു പോയിട്ടുണ്ടാകും, എന്നാലും ക്രിസ്മസ് എക്സാമും പബ്ലിക് എക്സാമും ഒക്കെ വരുവാണ്. അടിപൊളിയായിട്ട് പഠിക്കുക. സോ ഓൾ ദി ബെസ്റ്റ്.